Hi students, today we are discussed about the topic the predators of plant world. What do you mean by predators? It means ഇരപിടിയന്മാർ. സാധാരണ നമ്മൾ ആനിമൽസിലാണ് പ്രിഡേറ്റേഴ്സിനെ കണ്ടിട്ടുള്ളത് അല്ലേ? എന്നാൽ പ്ലാന്റ്സിലും ഇരപിടിയന്മാരുണ്ട്, അതായത് പ്രിഡേറ്റേഴ്സ്. അതാണ് നമ്മുടെ ടോപ്പിക്, ദ പ്രിഡേറ്റേഴ്സ് ഓഫ് പ്ലാന്റ് വേൾഡ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Then, predators of plant world. Don't you know the factors on which plants depend for the synthesis of their own food? Look at these pictures. അതായത് നമുക്കറിയാം പ്ലാന്റ്സ് ഏതെല്ലാം ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ, വീനസ് ഫ്ലൈ ട്രാപ്പ്. ദെൻ സെൻഡു പ്ലാന്റ് ആൻഡ് പിച്ചർ പ്ലാന്റ്. ഈ പ്ലാന്റ്സിനെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട്. ദേ ആർ നോൺ ആസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇതിനെ നമ്മൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. ഇൻസെക്റ്റ് മീൻസ് അറിയാലോ, ചെറു പ്രാണികളെയാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സും ഈ ഇൻസെക്റ്റും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ദേ ആർ ഗിവൺ ദിസ് നെയിം ബിക്കോസ് ദേ ക്യാച്ച് ഇൻസെക്റ്റ്. ഇവർ ഇൻസെക്റ്റുകളെ ക്യാച്ച് ചെയ്യും, അതായത് പിടിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ നെയിം കിട്ടിയത്. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ദീസ് പ്ലാന്റ്സ് ടു. അതായത് ഫോട്ടോസിന്തസിസ് ഓൾറെഡി ഈ പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. ദെൻ വൈ ഡു ദേ ക്യാച്ച് ഇൻസെക്റ്റ്? പിന്നെ എന്തിനാണ് ഇവർ ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യുന്നത്? അതായത് ഈ പ്ലാന്റ്സിന് നമ്മൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്നാണ് പറയുക. ഇവർ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടെങ്കിലും ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ദെൻ നമുക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനെ കുറിച്ച് നോക്കാം. എലിമെൻറ്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം ആൻഡ് അയൺ ആർ റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അതായത് നമ്മൾ പറഞ്ഞ കാർബണും ഹൈഡ്രജനും ഫോസ്ഫറസും നൈട്രജനും സൾഫറും കാൽസ്യം ആൻഡ് അയണും ഇതെല്ലാം പ്ലാന്റ്സിന് ഒരുപാട് അളവിൽ ആവശ്യമാണ് അതിൻ്റെ ഗ്രോത്തിന്. യു നോ ദാറ്റ് സെർട്ടൻ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ദ സോയിൽ. അതായത് നമ്മൾക്കറിയാം ചില ബാക്ടീരിയ മണ്ണിൽ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? അസെപ്റ്റോബാക്ടറും നൈട്രോബാക്ടറും. അവരെന്താണ് ചെയ്യുന്നത്? കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു നൈട്രേറ്റ്. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഈ ബാക്ടീരിയാസ് ചെയ്യുന്നത്. ദീസ് ബാക്ടീരിയ മെ നോട്ട് ബി പ്രസൻറ്റ് ഇൻ സോയിൽ വിത്ത് ഹൈ അസിഡിറ്റി. എന്നാൽ ഈ ബാക്ടീരിയ നല്ല അസിഡിറ്റി ആയിട്ടുള്ള സോയിൽ, അതായത് ആസിഡിക് സ്വഭാവട്ടോ ആ ഉള്ള സോയിലിൽ ഈ ബാക്ടീരിയാസ് പ്രസൻ്റ് ആവില്ല. പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഇൻ സച്ച് സോയിൽ ഡു നോട്ട് ഗെറ്റ് നൈട്രജൻ. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഈ ബാക്ടീരിയ ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്നില്ല. ഇറ്റ് ഈസ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ ദാറ്റ് സച്ച് പ്ലാന്റ്സ് അക്വയർ ദ എബിലിറ്റി ടു ക്യാച്ച് ഇൻസെക്റ്റ്. ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ, അതായത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യും, അതായത് ഇൻസെക്റ്റിനെ പിടിക്കും. They obtain the required nitrogen through the digestion of the body of these insect. അങ്ങനെ ഈ ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യുമ്പോൾ അവരുടെ ബോഡീൻ്റെ ഉള്ളിലേക്കാണ് അല്ലേ. അപ്പോൾ ഇതിന് ഡൈജഷൻ സംഭവിക്കും, അതായത് ദഹനം സംഭവിക്കും. അപ്പോൾ ഈ ഇൻസെക്റ്റിനെ ഡൈജഷൻ സംഭവിക്കുന്നതോടുകൂടെ ഇവർക്ക് വേണ്ട നൈട്രജനും ഓൾറെഡി ഇവരുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യുന്നതും ഇവരെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് അറിയപ്പെടുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫുഡ് ഇൻ ഹ്യൂമൻസ്. ഫുഡ് അത് നമ്മൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മളിന്ന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഏതൊരു ജീവജാലങ്ങൾക്കും ഫുഡ് അത്രയ്ക്ക് ആവശ്യമുള്ള ഒരു ഫാക്ടറാണ്. The energy required from life activities is obtained from food. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം എനർജി, ഊർജം ആവശ്യമാണ്. ശരിയല്ലേ? നമ്മൾ ഫുഡിൽ നിന്നാണ് ഈ എനർജി എല്ലാം ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്, നേടിയെടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്
നമ്മുടെ ബോഡിയിൽ വെച്ച് തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന റൈസ് അത് ഫസ്റ്റ് നമ്മുടെ വായിലാണ് ഇടുന്നത് അല്ലേ, മൗത്തിൽ. അതിന് അവിടെ നിന്ന് തന്നെ മൗത്തിൽ വെച്ച് തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നു. ദ ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദി മൗത്ത്. ആദ്യമായിട്ട് ഭക്ഷണം എത്തുന്നത് മൗത്തിലാണ്. അവിടെ നിന്നാണ് അതിൻ്റെ ചേഞ്ചസ് സംഭവിക്കുന്നത്. What change does the food undergo inside the mouth? വായുടെ ഉള്ളിൽ, അതായത് മൗത്തിൽ വെച്ചിട്ട് ഫുഡിന് എന്തെല്ലാം ചേഞ്ചസുകളാണ് വരുന്നത്? വാട്ട് റോൾ ഡു ലിപ്സ്? ലിപ്സ് അറിയാമല്ലോ, ചുണ്ടുകൾ. അതിൻ്റെ റോൾ എന്താണ്? ദെൻ ടീത്ത് ആൻഡ് ടങ് പ്ലേ ഇൻ ദിസ്. അതുപോലെ തന്നെ ടീത്ത്, പല്ലുകൾ, ആൻഡ് ടങ്, നാവിനും റോൾസ് ഉണ്ട്. Observe the changes on your own while having food and write down your observation. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് വായിലിട്ട് കഴിഞ്ഞാൽ മൗത്തും ലിപ്സും ടങ്ങും ടീത്തും എന്തെല്ലാം ഹെൽപ്പുകളാണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. മൗത്ത് ഇൻക്ലൂഡ്സ് ലിപ്സ്, ടങ്, ടീത്ത്. മൗത്തിൽ ഉൾപ്പെട്ടതാണ് ലിപ്സും ടങ്ങും ടീത്തും. ഇതിൽ ലിപ്സ് എന്താണ് ചെയ്യുന്നത്? കീപ് ദ ഫുഡ് ഇൻസൈഡ്, അതായത് ഇൻസൈഡ്, ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടങ് എന്ത് ചെയ്യുന്നു? റീച്ചസ് ദ ഫുഡ് ഇൻ ടീത്ത്. നമ്മൾ നാവ് കൊണ്ടാണ് പല്ലിൻ്റെ ഓരോ സൈഡിലേക്കും ഫുഡിനെ എത്തിച്ചു കൊടുക്കുന്നത്. ദെൻ ടീത്ത്, ചൂയിങ്, ഇറ്റ് മീൻസ് ചവച്ചരക്കാൻ. അപ്പോൾ ഓരോന്നും ചെയ്യുന്ന ഫങ്ഷൻസ് ഓക്കെയാണല്ലോ. അതിൻ്റെ താഴെ പറയുന്നുണ്ട് ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട് ഫ്രം ദി മൗത്ത്. ഫുഡിൻ്റെ ഡൈജഷൻ മീൻസ് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണ്. ദ ഡൈജസ്റ്റീവ് എൻസൈം ഇൻ ദി സലൈവ ഇനാബിൾ ദിസ് പ്രോസസ്. അതായത് ഈ മൗത്തിൽ വെച്ച് ഡൈജഷൻ നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ഏതിലാണ് അടങ്ങിയിട്ടുള്ളത്? സലൈവ മീൻസ് ഉമ്മിനീര് കേട്ടോ. അപ്പോൾ നമ്മളുടെ വായിൽ ഉമ്മിനീരുണ്ട്. ഉമ്മിനീരിന് നമ്മൾ സലൈവ എന്നാണ് പറയുക. ആ സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സലൈവയിൽ ഈ എൻസൈം അടങ്ങിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ടൂത്ത്, അതായത് പല്ലുകൾ. ടൂത്ത് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഒരു പാർട്ടാണ് ടൂത്ത്. നെവർത്തിലെസ് ഇറ്റ് ഈസ് ഈസിലി പ്രോൺ ടു ഡാമേജ് ഇഫ് നോട്ട് ഗിവൺ പ്രോപ്പർ കെയർ. എന്നാൽ അത് നന്നായി കെയർ ചെയ്തില്ല എങ്കിൽ, നന്നായി സംരക്ഷിച്ചില്ല എങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. വൈ ഡസ് ദ ടൂത്ത് വിച്ച് ഡസ് നോട്ട് ഡിക്കേ ഇവൻ വെൻ ബറിഡ് ഫോർ ലോങ് ഇൻ ദ എർത്ത് ഡിക്കേ ഈസിലി ഇൻസൈഡ് ദ മൗത്ത്? അതായത് ഒരുപാട് കാലം മണ്ണിൽ കിടന്നാലും കേടുവരാത്ത ഒന്നാണ് ടൂത്ത്. എന്നാൽ അത് നമ്മുടെ വായിലിരിക്കുമ്പോൾ ചില ടൈമിൽ പെട്ടെന്ന് കേടുവരാറുണ്ടല്ലേ. എന്തായിരിക്കും അതിന് കാരണം? അതായത് നമ്മുടെ വായിലെ പല്ലുകൾക്കൊക്കെ കേടുവരാറുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞു നോക്കാം. ആസ് യു നോ, മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽ. നിങ്ങൾക്കറിയാം നമ്മുടെ ഫ്ലോർ അല്ലേ, നിലത്തൊക്കെ വിരിക്കുന്ന മാർബിൾ നല്ല ഹാർഡാണ്, നല്ല കട്ടിയുള്ളതാണ്, സ്ട്രോങ് ആണ്. Put a few small pieces of marble in dilute hydrochloric acid. നമ്മൾ കുറച്ച് ചെറിയ പീസ് മാർബിൾ എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെക്കാം. മനസ്സിലായല്ലോ? പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രോങ് ആയിട്ടുള്ളത് പോലുമല്ല, ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ സ്ട്രോങ് കുറച്ച ആസിഡിലേക്കാണ് മാർബിൾ പീസ് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. എക്സാമിൻ ആഫ്റ്റർ എ വൈൽ, കുറച്ച് ടൈം കഴിഞ്ഞ് നോക്കാൻ. വാട്ട് ചേഞ്ചസ് ഡു വി ഒബ്സർവ് ഇൻ ദ മാർബിൾ പീസസ്? ആ മാർബിൾ പീസസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആസിഡ് റിയാക്ട് വിത്ത് മാർബിൾ ആൻഡ് ഡിസോൾവ് ഇറ്റ്. അതായത് ആസിഡും മാർബിളും കൂടെ റിയാക്ട് ചെയ്താൽ, രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ അതെന്തായിപ്പോവും? ഡിസോൾവ് ആയിപ്പോവും. ഡിസോൾവ് മീൻസ് അത് അലിഞ്ഞു പോവും എന്നാണ് പറയുന്നത്.
ദെൻ ടൂത്ത് ഡിക്കേ, അതായത് ദന്തക്ഷയം എന്നാണ് പറയട്ടോ. പല്ലിന് എങ്ങനെ കേടുവരുന്നു എന്നുള്ളത് നോക്കാം. ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത്. അതായത് ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളുടെ പല്ലെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഏറ്റവും പുറം ഭാഗം വൈറ്റ് കളറിലല്ല കാണുന്നത്, അതാണ് ഇനാമൽ. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടീത്താണ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന്. ടീത്തിൻ്റെ മുകളിൽ കാണുന്ന ഇനാമൽ ഹാർഡായത് കൊണ്ടാണ് ടീത്തും ഹാർഡായത്. അപ്പോൾ ഇനാമലാണ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡെസ്ട്രോയ് ഇനാമൽ. അതൊരിക്കലും പെട്ടെന്ന് ഡെസ്ട്രോയ് ചെയ്യാൻ, അതായത് കേട് സംഭവിക്കാൻ സാധ്യതയില്ല. ദ ഇനാമൽ വിച്ച് ഈസ് എ കാൽസ്യം കോമ്പൗണ്ട്. ഇനാമൽ എന്താണ്? ഒരു കാൽസ്യം കോമ്പൗണ്ടാണ്, അതായത് കാൽസ്യം കൊണ്ടാണ് ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത്. റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ് ഡെസ്ട്രോയിഡ് ഇൻ ദ സെയിം വേ ആസ് എ മാർബിൾ റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ മാർബിൾ എന്ന് പറഞ്ഞാൽ അത് കാൽസ്യം കൊണ്ട് ഉണ്ടാക്കിയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടീത്ത്, പല്ലും എന്താണ്? കാൽസ്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരുന്നു. മാർബിൾ പീസ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ചാൽ അത് ഡിസോൾവ് ആയി പോകുന്നു. അത് ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നമ്മളുടെ കാൽസ്യം കോമ്പൗണ്ട് ആയിട്ടുള്ള ടീത്ത്, അതായത് ഇനാമൽ, അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അത് പെട്ടെന്ന് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഹൗ ഡസ് ആസിഡ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ടീത്ത്? എങ്ങനെയാണ് ആസിഡ് ടീത്തിൽ, പല്ലിൽ വരുന്നതെന്ന്. നമ്മൾ പറഞ്ഞു കാൽസ്യം കോമ്പൗണ്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലാണ് അത് കേടുവരിക. പക്ഷേ അങ്ങനെ കേടുവരുന്ന എന്നുണ്ടെങ്കിൽ ഒരു ആസിഡ് അവിടെ വരണ്ടേ? അതെങ്ങനെയാണ് ഈ ടീത്തിൽ ആസിഡ് പ്രസൻ്റ് ആവുന്നത്? വെൻ ഫുഡ് റിമെയിൻസ് സ്റ്റക്ക് ടു ടീത്ത് ബാക്ടീരിയ ഫീഡ് ഓൺ ദം. അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഭക്ഷണത്തിൻ്റെ ബാക്കി ചെറിയ ചെറിയ പീസുകളൊക്കെ നമ്മളുടെ ഫുഡിൻ്റെ പീസുകൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഇരുന്നാൽ ബാക്ടീരിയ ഫീഡ് ഓൺ ദം. അവിടെ എന്ത് വരും? ബാക്ടീരിയ വരും. ആ ബാക്ടീരിയ വന്നിട്ട് ആ ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ കഴിക്കാൻ തുടങ്ങും. ആസ് എ റിസൾട്ട്, അത് കാരണം എന്ത് റിസൾട്ടാണ് ഉണ്ടാവുന്നത്? ലാക്റ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ലാക്റ്റിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിച്ച് കോസസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടെ ഇനാമലിൻ്റെ ഡിസ്ട്രക്ഷൻ അവിടെ സംഭവിക്കുന്നു. സ്വീറ്റ് ഫുഡ് സ്റ്റഫ് ആക്സിലറേറ്റ് ബാക്ടീരിയൽ ആക്ടിവിറ്റി. സ്വീറ്റ് ഫുഡ് സ്റ്റഫ് എന്താ? നല്ല മധുരമുള്ള ഫുഡ് ബാക്ടീരിയൻ്റെ പ്രവർത്തനം കൂട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നന്നായി ബ്രഷ് ചെയ്യണമെന്ന്. അപ്പോൾ എന്തിനാണ് ബ്രഷ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെ സാധാരണ ചെറിയ കുട്ടികളുടെ പല്ലൊക്കെ കേടുവരാറുണ്ട്. കാരണം അവർ കൂടുതലായി കഴിക്കുന്നത് മിഠായിയാണ്. മിഠായി എന്താണ്? സ്വീറ്റാണ്. അപ്പോൾ മിഠായി കഴിക്കുന്നത് കൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല. എന്ത് ഫുഡ് കഴിച്ചാലും അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കേടുപാടുകളും സംഭവിക്കുന്നില്ല. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡു യു നോ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത് ആഫ്റ്റർ ഫുഡ്? ഭക്ഷണം കഴിച്ച ശേഷം എന്തിനാണ് ടീത്ത് ക്ലീൻ ആക്കുന്നതെന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ എല്ലാവർക്കും? കാരണം ഫുഡ് സ്റ്റഫ് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് പല്ലിന് ഡീക്കേ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. ലിസൺ ടു വാട്ട് ഹിമ ആൻഡ് സുരേഷ് സേ. ഹിമ എന്ന കുട്ടിയും സുരേഷ് എന്ന കുട്ടിയും പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഹിമ പറയാണ്, ഐ ക്ലീൻ മൈ ടീത്ത് വെരി കെയർഫുള്ളി അറ്റ് നൈറ്റ് ആൻഡ് റിമൂവ് ആൾ ഫുഡ് സ്റ്റഫ് റിമെയിൻസ് ഫ്രം മൈ ടീത്ത്. അതായത് എന്നും നൈറ്റിൽ, രാത്രിയിൽ നന്നായി ബ്രഷ് ചെയ്യുകയും ഫുഡ് സ്റ്റഫ്, അതായത് ഫുഡ് കഴിച്ചിട്ടുള്ള വേസ്റ്റുകളൊക്കെ നന്നായി ക്ലീൻ ചെയ്ത്
ഒഴിവാക്കും. സോ ഐ ഡോണ്ട് കെയർ മച്ച് എബൌട്ട് ഇൻ ദ മോർണിംഗ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഞാൻ അത്രയധികം എൻ്റെ ടീത്തിനെ കെയർ ചെയ്യാറില്ല. ഇനി സുരേഷ് പറയാണ്, ഐ ക്ലീൻ മൈ ടീത്ത് കെയർഫുള്ളി എവറി മോർണിംഗ്. ഐ ഡോണ്ട് കെയർ മച്ച് എബൌട്ട് ഇറ്റ് അറ്റ് നൈറ്റ്. ഞാൻ എന്നും മോർണിംഗിലാണ് എൻ്റെ ടീത്ത് നന്നായി ക്ലീൻ ചെയ്യുക. പക്ഷേ ഞാൻ നൈറ്റിൽ രാത്രി അത്രയധികം കെയർ ചെയ്യാറില്ല. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. വിച്ച് ഓഫ് ദീസ് യുവർ ഹാബിറ്റ്? ഇതിലേതാണ് നിങ്ങളുടെ ഹാബിറ്റ്? ദെൻ സെക്കൻഡ്, വിച്ച് ഹാബിറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്? വൈ? ഇതിൽ ഏത് ഹാബിറ്റാണ് നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ 2 ഹാബിറ്റ് ഉണ്ടല്ലേ. ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹാബിറ്റ് ഏതാവും? ഹിമ പറയുന്നത് തന്നെയാവും. കാരണം എന്താണ്, ഞാൻ നൈറ്റിലാണ് നന്നായിട്ട് കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്നും നൈറ്റിൽ ഫുഡ് കഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ടൂത്ത് നമ്മൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലാക്കിയല്ലോ. അത് നന്നായി കെയർ ചെയ്യുകയും വേണം. എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഓക്കെ, ഇറ്റ്സ് ഇനഫ്. ടുഡേ our discussing topic is tooth and tooth decay. Okay, we will meet in the next class.